നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുലൻ ലൻ യഅമൽ ഖൈറ, ഒരു വ്യക്തി അദ്ദേഹം ഒരു നന്മയും ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ല, ഒരു നന്മയും ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത ഒരാൾ, അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജനങ്ങൾക്ക് പണം കടമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ആ കൊടുത്ത കടം തിരിച്ചു മേടിക്കാൻ അയാൾക്കൊരു ജോലിക്കാരനുണ്ടായിരുന്നു. ഒരിക്കൽ ഈ മനുഷ്യൻ അദ്ദേഹം ആ ജോലിക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും പണം തിരിച്ചു നൽകാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ അത് വിട്ടേക്ക്, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട. കാരണം ആ പ്രയാസമുള്ള ആളുകളെ നീ ബുദ്ധിമുട്ടിക്കേണ്ട, അവരോട് അത് തിരിച്ചു വാങ്ങണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ലഅല്ലല്ലാഹു അൻ യതജാവസ അന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണം നമുക്ക് വല്ല ഇളവും നൽകിയേക്കാം. അതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മനുഷ്യന് മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഹൽ അമിൽത ഖൈറ, എന്താണ് നീ ചെയ്തിട്ടുള്ളത്, എന്താണ് നിന്റെ കയ്യിലുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരുപാട് ആളുകൾക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നു. ആ കടം കൊടുക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പറയുന്ന സന്ദർഭത്തിൽ ഞാൻ അവർക്ക് എളുപ്പം ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു, ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നില്ല, അതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മനുഷ്യൻ പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് തജാവസ്തു അൻക, ഇന്നത്തെ ദിവസം ഞാൻ നിനക്ക് അതേ രൂപത്തിൽ എളുപ്പം ചെയ്തിരിക്കുന്നു, അതായത് നിന്റെ പാപങ്ങളെല്ലാം അത് കാരണം മായ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞത്. ഒരൊറ്റ കർമ്മം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. ആ ഒരൊറ്റ കർമ്മമാണ് ഇവിടെ കനം തൂങ്ങുന്നത്. അപ്പം അത് മതി. നമ്മൾ ഒരുപാട് ചെയ്തു കൂട്ടുന്നതിനേക്കാൾ ചെയ്യുന്നത് കുറച്ചാണെങ്കിലും ആ കർമ്മം ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കർമ്മമായിരിക്കും മരണാനന്തര ജീവിതത്തിൽ നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നത് എന്നുള്ളത്.